വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു വിശേഷമായിട്ട് വന്നിട്ടുണ്ട്. വലിയ കാര്യപ്പെട്ടൊന്നല്ല, നല്ല സാധാരണ പറഞ്ഞു പോകാൻ പറ്റിയ ഒരു വിശേഷമാണ്. അപ്പൊ നമ്മളെല്ലാവരും പറയണതാണ് പണം വരും പൂവും ബാക്കിയത്. ഇപ്പൊ നമ്മുടെ ജീവിതത്തില് നമുക്ക് പണം എല്ലാത്തിനും അത്യാവശ്യമുള്ള ഘടകമാണ്. പണം ഇല്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല, അല്ലെ? നമ്മളതെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പക്ഷെ നമ്മളെപ്പോഴും പറയും പണം വരും പൂവും ബാക്കിയത്. അപ്പൊ നമ്മൾ കിട്ടണ കാലത്ത് സൂക്ഷിക്കേണ്ട, അതൊന്നും ശ്രദ്ധിക്കേണ്ടതൊന്നും എന്താ. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് പറയണ ഞാൻ. നമ്മള് അത് വയസ്സായിരിക്കുമ്പോഴൊക്കെയാണ് നമുക്കതൊക്കെ ഓർമ്മ വരിക. നമ്മളതൊന്ന് അങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെച്ച കാരണം സമാധാനത്തോടെ ഇപ്പൊ ഇരിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിച്ചെന്ന് വെച്ചോ, അപ്പൊ പൈസയൊന്നും നമ്മളത്ര കെയർ ചെയ്ത് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നമുക്ക് എത്ര പൈസ കിട്ടിയാലും അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് തികയില്ല. പിന്നെ കടം വാങ്ങിച്ചു, ലോൺ, EMI എടുത്തു, ഏത് കാര്യത്തിന് EMI നോക്കി നടക്കുന്ന ആൾക്കാർ പലരുണ്ട്. ചിലർക്ക് വൃത്തികേടുണ്ട്, ചിലര് അടിച്ചു പൊളിച്ചത്. അപ്പൊ അങ്ങനെയല്ല നമ്മുടെ ജീവിതത്തില്. എന്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ, ഞങ്ങൾക്ക് എടുക്കണവർക്ക് എടുക്കാൻ, അല്ലാത്തവർക്ക് വേണ്ട. നമുക്ക് ഭക്ഷിക്കാനുള്ളതും നമ്മളൊന്ന് ചെറുതായിട്ടൊക്കെ നമ്മള് ഒന്ന് ഞാൻ ആഘോഷിക്കേണ്ടെന്ന് പറയല്ല, ആഘോഷിക്കണതൊക്കെ നല്ല തന്നെയാണ്, ആഘോഷിക്കാം. വല്ലാണ്ട് പൈസ ചെലവാക്കി നമ്മൾ തോത്തടിച്ച് ആഘോഷിച്ച് ലാസ്റ്റ് കരയാനിടയാവരും. അപ്പൊ നമ്മുടെ വരുമാനം എത്രയുണ്ട്, ആ വരുമാനത്തിനനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. അങ്ങനെ ജീവിച്ചാല് നമുക്ക് നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് 10 രൂപ ഉണ്ടാക്കി വെക്കാനോ, അല്ലെങ്കിൽ നമുക്ക് കടലില്ലാത്ത വീടെങ്കിലും ഉണ്ടാക്കി വെക്കാം. അപ്പൊ അത് മക്കൾക്കൊരു ബാധ്യതയാവരുത്. അല്ലെങ്കിൽ നമ്മള് അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് കുറെ കടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അവർക്കും ജീവിക്കാൻ പറ്റില്ല. അവര് ഈ കടം വീട്ടി 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 അവരും ദരിദ്രരായി. അപ്പൊ പണം ഇല്ലെങ്കിൽ ആർക്കും വിലയില്ല. നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ അത്രയോ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. പൈസ കിട്ടുന്നത് മുഴുവൻ മക്കൾക്ക് വേണ്ടി ചെലവാക്കുക, മരുന്ന് വാങ്ങിക്കുക, പിന്നെ ജോലിക്ക് തന്നെ ശരിക്കും പോകാൻ പറ്റാതിരിക്കുക. നമുക്ക് പറ്റുന്നില്ലല്ലോ പലപ്പോഴും എല്ലാവരുടെ പോലെ ജോലിക്ക് പോകാനായിട്ട് പറ്റില്ല. ഇപ്പൊ എല്ലാവരും PF ഒക്കെ അവരൊക്കെ കിട്ടുമ്പോ ഞാൻ PF എല്ലാം ഈ ലീവ് സറണ്ടറിന്റെ പൈസയൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഒരിക്കലും അത് വാങ്ങിച്ചിട്ടില്ല. കാരണം എനിക്കത് എപ്പോഴും ലീവ് എടുക്കേണ്ടി വരാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ജീവിക്കുന്നവര് എക്സ്ട്രാ പൈസകളൊന്നുമില്ല, ആ കിട്ടുന്ന പൈസ മാത്രമേ ഉള്ളൂ. അത് നമ്മള് ദൂരത്തടിച്ചാല് നമുക്ക് നാളേക്ക് പേടിച്ച് പിടിച്ചിരിക്കണം. അപ്പൊ ഈ വയസ്സാകാലത്ത് നമ്മൾ ഇരിക്കുമ്പോ ഈ വീടിന്റെ പൈസ, ലോൺ അടയ്ക്കണം, പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണം, നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഈ അവസാനം ഇത് അടയ്ക്കാൻ പറ്റുന്നുണ്ടാവും. അതിന്റെ ഇടയിൽ ഒരു രോഗം വരുമ്പോ അതിനൊരു വലിയ എമൗണ്ട് നമുക്ക് ആവശ്യം വരും. ഇപ്പൊക്കെ നമുക്ക് വേറെ പൈസ ഇല്ല. അപ്പൊ നമ്മള് പറയില്ലേ, നമ്മുടെ നല്ല കാലത്ത് എന്തെങ്കിലും കാപ്പത്ത് നട്ടത് ആപത്ത് കാലത്ത് തിന്നാന്ന് പറയും. അതൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പൊ അതുപോലെ നമ്മള് എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെറുതായിട്ട് നമ്മുടെ ഉള്ളതിന്ന് സ്വരൂപിച്ച് വെക്കണത്. അല്ലാതെ പണം വരും പോകും ബാക്കി നമ്മള് വല്ലാതെ പകച്ചു പോകും. പിന്നെ നമുക്ക് പകച്ചിരിക്കാനേ പറ്റുള്ളൂ. ഒരാള് പോലും നമ്മുടെ അടുത്ത് വരില്ല. ഇവരെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും നമ്മുടെ അടുത്ത്. അപ്പൊ ആ നല്ല കാലത്ത് ഈ നമ്മുടെ അടുത്ത് കൂടിയവരൊക്കെ ഈ പൈസയുള്ള കാലത്ത് നമ്മുടെ ചുറ്റും നിന്ന് ചിരിച്ചു കളിച്ചവരൊന്നും ആ സമയത്ത് കാണില്ല, ആപത്തിന്റെ നേരത്തൊന്നും കാണില്ല. ആ സമയത്ത് നമുക്ക് പൈസ തന്നെ വേണം. അപ്പൊ ആ പൈസ നമ്മൾ ദുരുപയോഗം ചെയ്യാതെ നമുക്ക് പറ്റണ പോലെ ഒരു ചെറിയ എമൗണ്ട് മാറ്റി വെച്ച് നമ്മള് അത് സേഫ് ആയിട്ടിരിക്കണം നമ്മുടെ ജീവിതം. ഇപ്പോഴാണ് നമുക്ക് വാർദ്ധക്യകാലത്ത് ഒരു സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുക. അല്ലെങ്കിൽ മക്കൾ പഠിച്ചു പറയും, ഈ തന്തയും തള്ളയും എന്ത് പണി, അവര് സുഖിച്ചതൊന്നും അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അവസാന നാളിൽ അവര് പറയുന്നതാണ്, ഈ തന്തയും തള്ളയും എന്ത് പണി ചെയ്തോ ഉണ്ടാക്കി വെച്ച് നോക്ക, ഇതൊക്കെ ആര് കിട്ടാനും, ഞങ്ങള് എന്ത് ചെയ്യാൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലി നോക്കണ്ടേ. അതിന് ഇതിന്റെ എന്ന് പറഞ്ഞാൽ അവര് വീണ്ടും നമ്മളെ പഠിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മളെപ്പോഴും മിതമായി എന്ന് പറയുന്നത്, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ ഭക്ഷണം കഴിച്ച് ജീവിക്കാനല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഒരു കാര്യത്തിലൊക്കെ നമ്മള് ആഘോഷിച്ചൊക്കെ ജീവിതം കൊണ്ടു നടക്കാം.
കുട്ടികളെ കൊണ്ടുപോവുക, അതൊക്കെ നമുക്ക് വലിയ ചെലവില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് കുറെ ധാരാളം പൈസ കിട്ടുന്നവർക്ക് ആഘോഷിക്കാം. അവർക്ക് വിരോധമില്ല. അവരും ചില പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരും ബാക്കി കാലം സ്വസ്ഥമായിട്ടിരിക്കാനും ഒക്കെ അവരത് നോക്കി വെച്ചിട്ടുണ്ടാവും. നമ്മള് അത് കണ്ടിട്ട് ഒന്നുമില്ലാതെ നമ്മൾ കിടന്നിട്ട് അവരുടെ ഒപ്പം തുള്ളിയാല് നമ്മള് കഷ്ടപ്പെടും. അപ്പൊ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കണമെന്ന് പറയാം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെടും. പറയിലൊക്കെ പണം വരും പോവും ബാക്കിയത്. അത് ഞാൻ പറയണ കേട്ടിട്ടുള്ള ഒരു വാചകമാണ്. പണം വരും പോവും ബാക്കി നമ്മള് വളരെയധികം ബാക്കി നമ്മൾ വിഷമിച്ച് കരയും. നമ്മൾ കരുവന്ന് നമ്മുടെ വാതിലുമ്പോ മുട്ടുമ്പോഴേ കടം വാങ്ങിച്ചവരൊക്കെ വന്ന് നമ്മുടെ വാതിൽ മുട്ടി അവര് അനാവശ്യം പറഞ്ഞു പോകുമ്പോ നമ്മൾ പായിക്കും. ഇപ്പോഴാണ് നമ്മൾ പായിക്കുക. അപ്പൊ ഇന്ന് ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യണേ. താങ്ക് യു.